എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം യഥാർത്ഥത്തിൽ കാർഷിക മേഖലയെ സുസ്ഥിര കൃഷികളിലൂടെ കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭീകരമായ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും എതിരായുള്ള ഒരു പോരാട്ടത്തിൽ കർഷകരെ അണിനിരത്തിക്കൊണ്ട് അവർക്ക് ഒരധിക വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് സസ്റ്റൈനബിൾ കൃഷിരീതികളിലൂടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ സൊസൈറ്റി പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ലോകരാഷ്ട്ര തലവന്മാരെല്ലാവരും ഇന്ത്യൻ ഭരണാധികാരികളായിരുന്നാലും സംസ്ഥാന സർക്കാരുകളായിരുന്നാലും കാർബൺ ന്യൂട്രലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കാർബൺ ന്യൂട്രലാക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കർഷകരെ തിരിച്ചറിയുകയും അവരെ അതിൽ കൃത്യമായി പങ്കാളികളാക്കിക്കൊണ്ട് അവർക്കൊരധിക വരുമാനം ലഭ്യമാക്കുക എന്ന രീതിയിൽ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് മുന്നോട്ട് വച്ചത്. എന്താണ് കാർബൺ ക്രെഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ ന്യൂട്രലാക്കുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂടി ലോകത്തെ ആകമാനം കാർബൺ ന്യൂട്രലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പറഞ്ഞത് 2070 ആകുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്തെ കാർബൺ ന്യൂട്രലാക്കുമെന്നാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് പറഞ്ഞത് 2050 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ കാർബൺ ന്യൂട്രലാക്കുമെന്നാണ്. നമുക്കറിയാം, നമ്മുടെ വ്യവസായ സംരംഭങ്ങളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ പൂർണ്ണമായും അവർക്ക് അവിടെ കാർബൺ ന്യൂട്രലാക്കാനായിട്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് ലോകരാഷ്ട്ര തലവന്മാരെല്ലാവരും കൂടി തങ്ങളുടെ വ്യവസായശാലകളിൽ കാർബൺ ന്യൂട്രലാക്കുന്നതിന് വേണ്ടി 51% അവർ കുറയ്ക്കുകയും 49% ഓഫ്സെറ്റ് ചെയ്യാം, കാർബൺ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് അവരുടെ വ്യവസായശാലകൾ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ കാർബൺ ന്യൂട്രലാക്കാം എന്ന സംവിധാനത്തിലേക്ക് എത്തിയത്. അവിടെയാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ കൃഷിയിടങ്ങളിൽ കർഷകരെ സസ്റ്റൈനബിൾ കൃഷിരീതികൾ നടപ്പിലാക്കിക്കൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ എമിഷൻ നമ്മുടെ സസ്യങ്ങളിലേക്കും മണ്ണിലേക്കും സെക്വിസ്റ്റേഷൻ നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി നമ്മുടെ മണ്ണ് ഫലഭൂയിഷ്ഠമുള്ളതാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം കാർബൺ ക്രെഡിറ്റിലൂടെ ഒരധിക വരുമാനം കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചത്. 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യും. ഇതെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ലോകത്ത് കാർബൺ ക്രെഡിറ്റ് എക്സ്ചേഞ്ചുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ 2022 എനർജി കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഇന്ത്യയിലടക്കം കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് കർഷകരാണ് എന്ന് തിരിച്ചറിയുകയും ഇന്ന് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായിരുന്നാലും ശരിയായ രീതിയിൽ കർഷകർക്ക് വേണ്ട രീതിയിലുള്ള അവർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി നടത്തിക്കൊണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങളും അവരനുഭവിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായും കൃഷിയിടങ്ങൾ വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കൃഷിയിടങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇരകൾ മാത്രമല്ല, അതിനെതിരെ പോരാടാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി നമുക്കത് ഉപയോഗിക്കാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയുകയും സസ്റ്റൈനബിൾ കൃഷി രീതികൾ, അത് ഇടവിള കൃഷികൾ പ്രോത്സാഹിപ്പിച്ചിട്ടായിരുന്നാലും അഗ്രോ ഫോറസ്ട്രി പ്രോത്സാഹിപ്പിച്ചിട്ടായിരുന്നാലും ജലസേചന രീതികളിലും വളപ്രയോഗത്തിലും
മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൃത്യമായ ടെക്നോളജിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സസ്റ്റൈനബിൾ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവിടെ അന്തരീക്ഷത്തിലെ കാർബൺ എമിഷൻ കുറയും, കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ലോക രാജ്യത്ത് നമ്മുടെ ജനീവയിൽ കുറേ വെരിഫയിങ് അതോറിറ്റീസ് ഉണ്ട്. വെറ സ്റ്റാൻഡേർഡ്, ഗോൾഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട അതോറിറ്റീസ് ഉണ്ട്. അതിൽ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. ഒരു പൈസ പോലും സാമ്പത്തികമായി അധിക ബാധ്യത കർഷകർക്ക് ഉണ്ടാക്കാതെ അവരുടെ കൃഷിയിടങ്ങളിൽ കൃത്യമായി സർവേ നടത്തി ഏത് കൃഷി രീതികളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുസ്ഥിരമായ കൃഷി രീതികളിലൂടെ അവർക്കൊരു നല്ല ഇൻകം ഉണ്ടാവാനും അതോടൊപ്പം തന്നെ കാർബൺ ക്രെഡിറ്റിലൂടെ ഒരു അധിക വരുമാനം ഉണ്ടാവാനും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഇന്ത്യയിലെ കർഷകരെ പങ്കാളികളാക്കുക എന്നതാണ് ഈ പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ ഈ പ്രൊജക്റ്റ് വെച്ചപ്പോൾ അത് കൃഷിയിടങ്ങളിൽ മാത്രമാണ് അതിന് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ ഡൽഹി പോലെയുള്ള ബോംബെ പോലെയുള്ള പട്ടണ പ്രദേശങ്ങളിലൊക്കെ തന്നെ വായു മലിനീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അവിടെയാണ് കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യാനിക്കുമായി സംയോജിച്ചുകൊണ്ട് അവരുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ലിക്വിഡ് ട്രീ അല്ലെങ്കിൽ ജലമരം എന്ന ഒരു കൺസെപ്റ്റ് വെച്ച് കുഫോസ് ക്യാമ്പസിൽ നമ്മളത് സ്ഥാപിച്ച് കഴിഞ്ഞതാണ്. കുഫോസ് ക്യാമ്പസിൽ അത് സ്ഥാപിച്ചപ്പോൾ 1000 ലിറ്റർ വെള്ളത്തിൽ മൈക്രോ ആൽഗ ഉപയോഗിച്ച് നമ്മൾ ആ പ്രോഗ്രാം നടത്തുമ്പോൾ 10 വലിയ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ആ ലിക്വിഡ് ട്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജലമരത്തിൽ നിന്ന് നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായി പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് നമ്മൾ തെളിയിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ അധികാരികൾ ഉൾപ്പെടെ ഈ ലിക്വിഡ് ട്രീയെക്കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ആദ്യമേ അറിയാം, അവർ നമ്മളുമായി സംസാരിച്ചത് വ്യാപകമായി നമ്മൾ ആ പ്രവർത്തനം ഇന്ത്യയിലാകമാനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് സഹകരണ മേഖലയിലെ ഒരു അപ്പസ് ഓർഗനൈസേഷനായ NCOയുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലാകമാനം തന്നെ ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റും അതുപോലെ തന്നെ ലിക്വിഡ് ട്രീ പ്രൊജക്റ്റും നടപ്പിലാക്കിക്കൊണ്ട് ഒരു അധിക വരുമാനം കാർബൺ ക്രെഡിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റ്. അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന് പറയുന്നതിൽ ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഇവിടെ മാലിന്യ സംസ്കരണം എന്നുള്ളതിൽ നിന്ന് വിട്ട് നമ്മളിവിടെ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കൊച്ചിയിലടക്കം നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് BSFL ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവേ ഫാമിംഗ് എന്ന പ്രൊജക്റ്റ് അത് ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വെച്ചുകൊണ്ട് തന്നെ ദുർഗന്ധമില്ലാതെ മറ്റാർക്കും പ്രയാസമില്ലാതെ 5 ടൺ ജൈവ മാലിന്യങ്ങൾ ഒരു ദിവസം സംസ്കരിക്കാൻ കഴിയുന്ന അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റിക്കൊണ്ട് സംസ്കരണമല്ല ഫാമിംഗ് നടത്തിക്കൊണ്ട് കോഴിത്തീറ്റയും മത്സ്യത്തീറ്റയും ജൈവവളവുമായി മാറ്റിയെടുത്തുകൊണ്ട് ചെറിയ യൂണിറ്റുകളായി ഈ മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കുക എന്ന ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവേ ഫാമിംഗ് എന്ന പ്രൊജക്റ്റും നമ്മൾ മുന്നോട്ട് വെച്ച് മലപ്പുറത്ത് ഇങ്കൽ പ്രദേശത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം ഈ മാസം തന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന് പറയുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാതെ നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ 4-5 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഇരിക്കുന്ന കൊച്ചി ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ 1/3 ഭാഗം വെള്ളത്തിനടിയിലാകുമെന്ന ഭീകരമായ അവസ്ഥയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും നമ്മുടെ ആരോഗ്യം നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെത്ര സമ്പത്തും നമ്മളെത്ര ആരോഗ്യവാന്മാരായിരുന്നാലും പ്രകൃതിയെ സംരക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും നൂതനമായിട്ടുള്ള മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജൈവ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ
സമൂഹത്തിലെ പകുതിയിലധികം വരുന്ന നമ്മുടെ സഹോദരിമാർ, വനിതകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ, ആർത്തവ സമയത്ത് അവരുപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ, അതും ഹെർബൽ ഉപയോഗിച്ചുകൊണ്ട്, ഹെർബൽ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും കൂടി ഈ പ്രകൃതിയെ സംരക്ഷിച്ച് ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് നാളികേര കർഷകരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതും മായം ചേർക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു സംവിധാനമാണ് പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഈ കാർബൺ ന്യൂട്രലാക്കുമ്പോൾ കേരളം പോലെയുള്ള, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റിലൂടെ വലിയ സമ്പത്തുണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്. അത് പുതിയ ടെക്നോളജികളും അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും അർഹരായ ഫാർമേഴ്സ് ഈസ് ദ ഫസ്റ്റ്, അവരാണ് അതിന് അർഹർ എന്ന തിരിച്ചറിവിലൂടെ കൃഷിയിടത്തിലെ മണ്ണ് ശുദ്ധമുള്ളതാക്കി നമുക്ക് ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ ഭക്ഷണവും ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൃഷി രീതികളെ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷകരുടെ കൃഷിയിടങ്ങളിലെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഓരോ ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കുമ്പോൾ അത് അഗ്രോ ഫോറസ്ട്രിയിലൂടെ ആയിരുന്നാലും പിന്നെ ഓർഗാനിക് കൃഷികളിലൂടെ ആയിരുന്നാലും ഇടവിള കൃഷികളിലൂടെ ആയിരുന്നാലും സുസ്ഥിരമായ കൃഷി രീതികളിലൂടെ ഇത് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാർബൺ ക്രെഡിറ്റിന് വേൾഡ് മാർക്കറ്റിൽ വാല്യൂ കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ കർഷകരാണ്. മാത്രമല്ല സ്വാഭാവികമായിട്ടും കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ ഇൻകം പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാരായ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞതിൽ ഏറെ പിന്നെ സന്തോഷം ഉണ്ട്. വളരെ വലിയ പിന്നെ പിന്തുണയാണ് നമുക്ക് പിന്നെ ഇന്ത്യയിലെ ഭരണാധികാരികളിൽ നിന്ന്, സംസ്ഥാന ഭരണാധികാരികളിൽ നിന്ന്, പൊതുപ്രവർത്തകരിൽ നിന്ന്, കർഷക സംഘടനകളിൽ നിന്നൊക്കെ തന്നെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ച് ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരായിക്കൊണ്ട് ഈ രാജ്യത്തെ കർഷകരെ അവരുടെ ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി ലോകം അഭിമുഖീകരിക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി സർ. KV അശോകൻ സാറിന് മീഡിയ വണ്ണിൻ്റെ സ്നേഹാദരം നൽകുവാനായിട്ട് മീഡിയ വണ്ണിൻ്റെ CEO ശ്രീ മുഷ്താഖ് അഹമ്മദ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്.